അപ്പോൾ വെൽക്കം ബാക്ക് റോട്ടോ ടോക്സ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒരു പ്രിഡിക്ഷൻ വെക്കുകയാണ്. 3 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ പറയുന്നത്. അത് കഴിഞ്ഞുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ സമ്മാനങ്ങളൊക്കെ നമ്മൾ വഴിയെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അരുണേ, നമ്മുടെ പ്ലേ ഓഫിൽ കയറുന്ന 4 ടീമുകളെയാണ് പ്രിഡിക്ഷൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ്, തേർഡ് പ്ലേസ്, ഫോർത്ത് പ്ലേസ്, അങ്ങനെ ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ നമ്മളത് തീരുമാനിക്കുക. 8 ആദ്യം പ്രിഡിക്റ്റ് ചെയ്ത ആളെ അനുസരിച്ചായിരിക്കും. നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു ഗിഫ്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ആദ്യത്തെ വിജയങ്ങളെ നമ്മുടെ ടീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണ ഒരു പരിപാടിയും കൂടി ഉണ്ടായിരിക്കും. മെയ് 16 വരെയാണ് നമ്മുടെ ടൈം ഉള്ളത്. അപ്പോൾ വേഗം തന്നെ പ്രിഡിക്റ്റ് ചെയ്യാന്നാണ് പറയാനുള്ളത്. അവർക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ സമ്മാനം എന്താണ് നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. ചെന്നൈ ഹൈദരാബാദ് മാച്ചിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഹൈദരാബാദ് ചെന്നൈ ഗ്രൗണ്ടിൽ ചെന്നൈനെ തോൽപ്പിച്ചേക്കാണ്. അരുണേ, നാണം കെട്ട സീസണായി മാറിയില്ലേ ഇത് എല്ലാ അർത്ഥത്തിലും? കാരണം നമുക്കറിയാം, ഇപ്പോൾ നീ പറഞ്ഞ പോലെ ചെന്നൈ ജയ്പോക്ക് എന്ന് പറയുന്ന ആ ഒരു ഫോർട്ട്, അവിടെ വന്നിട്ട് ജയിക്കുക എന്ന് പറയുന്ന ആ ഒരു കടമ്പ. അപ്പോൾ അതിപ്പോൾ പല ടീമുകളും, ഇപ്പോൾ ഡൽഹി, RCB, അതുപോലെ SRH, ഇവർക്കൊക്കെ കുറേ വർഷങ്ങളായിട്ട് പറ്റാതിരുന്ന ഒരു കാര്യമാണ്. കാരണം ഇവരുടെ കയ്യിലൊക്കെ എത്ര സ്ട്രോങ് ടീം ഉണ്ടെങ്കിലും ഇവർ ഭയങ്കര സീസണിൽ തന്നെ ഏറ്റവും വമ്പൻ സ്ക്വാഡായിട്ട് വരുന്നു. ചെന്നൈ ഒരു മെഡിക്കോർ ടീമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും ചെപ്പോക്കിൽ ജയിക്കുക എന്ന് പറയുന്ന ടാസ്ക് തന്നെയായിരുന്നു. പക്ഷെ അതിപ്പോൾ വളരെ ഈസി ആയിട്ട് ടീമുകൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഈ സീസണിൽ ആദ്യമായിട്ടാണ് SRH അവർ IPL ഹിസ്റ്ററി തന്നെ ചെപ്പോക്കിൽ ചെന്നൈക്കെതിരെ ജയിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ സീസൺ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കളികൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട പെർഫോമൻസ് പുറത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെന്നൈക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇന്നലത്തെ പ്ലേയിങ് 11 തന്നെ കണ്ടപ്പോൾ ഒരു ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ്. എന്തിനാണ് ഇവരിപ്പോൾ സാംകറിനെ സാംകറിനെ ഓപ്ഷനിൽ എടുത്ത് തന്നെ ഒരു മണ്ടത്തരമാണ്. പക്ഷേ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് അവസരം കൊടുത്തു, അദ്ദേഹം ഒട്ടും ഇമ്പാക്ട്ഫുൾ അല്ല എന്ന് മനസ്സിലാക്കി വീണ്ടും ഇത് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ഇത് സൈക്കിള് പോലെ. അതായത് ഈ പ്ലെയർ മോശമാണ്, വേറെ പ്ലെയറെ പരീക്ഷിക്കാം, ആ പ്ലെയർ മോശമാണ്, അപ്പോൾ അടുത്ത പ്ലെയറെ പരീക്ഷിക്കുന്നു, വേണ്ട തിരിച്ച് വീണ്ടും ഈ പ്ലെയറിലോട്ട് എത്തുകയാണ്. ത്രിപാഠി ഫോം ഔട്ടാണ്, വിജയ് ശങ്കർ ഫോം ഔട്ടാണ്, ഹൂഡ ഫോം ഔട്ടായി, തിരിച്ച് വീണ്ടും ത്രിപാഠിയിലോട്ട്. അങ്ങനെ നമുക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയാനായിട്ട് ആരുമില്ല. ഉള്ള ഓപ്ഷൻസ് വെച്ച് തന്നെ റൊട്ടേറ്റ് ചെയ്യാണ്. എനിക്കിന്നലെ എന്തായാലും നല്ലൊരു തീരുമാനമായിട്ട് തോന്നിയൊന്നുമില്ല ഈ പറയുന്ന സാംകറിനെ ഇറക്കി. അദ്ദേഹം ബോളിംഗ് ഓപ്ഷൻ ആണെന്ന് വെച്ചാൽ അദ്ദേഹം ബോളിങ്ങിലും വലിയ ഇമ്പാക്ട്ഫുൾ അല്ല, ബാറ്റിങ്ങിലും ഒട്ടും ഇമ്പാക്ട്ഫുൾ അല്ല. അപ്പോൾ ഇന്നലെ അദ്ദേഹത്തെ ഇറക്കിയ തീരുമാനം അത് വീണ്ടും തെറ്റായി മാറി. എന്തായാലും ഇന്നലെ CSK ബാറ്റിംഗ് ആണ്, CSK ആദ്യം ബാറ്റിംഗ് ആണ് ചെയ്തത്. അപ്പോൾ ഇന്നലെ ഓപ്പണിംഗ് ആയുഷ് മാത്രമേ, അതുപോലെ തന്നെ സൈക് റഷീദും. അപ്പോൾ സൈക് റഷീദ് ആദ്യ ബോളിൽ തന്നെ പുറത്ത് പോവാണ്. ഒരു ശുഭസൂചന അല്ലായിരുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഈ ഓപ്പണിംഗ് ഇറങ്ങുന്ന ആൾക്കാരേ ഉള്ളൂ. സൈക് റഷീദ് പുറത്താവുന്നു. പിന്നെ ആയുഷ് മാത്രമേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇന്നലെ കളിച്ചു. അദ്ദേഹം 30 റൺസാണ് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ പറ്റിയുള്ളത്. 30 റൺസിന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് വളരെ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ അധികം പന്തുകൾ വേസ്റ്റ് ചെയ്യാതെ വേഗം ഒരു നല്ലൊരു ഇന്നിങ്സ് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ആയുഷ് മാത്രയുടെ പെർഫോമൻസ് അത് ഈ എൻ്റെ സീസണിൽ കുറച്ച് മത്സരങ്ങളായി 1-2 മത്സരങ്ങളായിട്ടാണ് അദ്ദേഹത്തിന് സേവനം കിട്ടുന്നുള്ളൂ ചെന്നൈക്ക്. എന്നാൽ പോലും അത് എടുത്ത് തന്നെ പറയണം. കാരണം 17 വയസ്സുള്ള അദ്ദേഹത്തിന്. ഇപ്പോൾ ഋതുരാജ് ഗെയ്ക്കോ അതിന് പകരമായിട്ട് ടീമിലോട്ട് വന്ന് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ സീസണിൽ കാഴ്ചവെക്കുന്നുണ്ട്. പല എക്സ്പീരിയൻസുള്ള പ്ലേയേഴ്സും ബാറ്റും ബോളും കൂട്ടിമുട്ടിക്കാൻ വരെ ബുദ്ധിമുട്ടാണ് ചെന്നൈയിൽ. അപ്പോൾ അവിടെയാണ് ആയുഷ് മാത്രയുടെ ഈ ഒരു പെർഫോമൻസ്. അടുത്തൊരു റീപ്ലേസ്മെന്റ്, അതായത് CSK എൻ്റെ സീസണിൽ ബാറ്റിങ്ങിൽ എടുത്തവരൊക്കെ പാഴാവുകയാണ്. ആ സമയം റീപ്ലേസ്മെന്റ് ആയിട്ട് വന്നവരാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കളിക്കുന്നത്. അതുപോലെ ഡെവാൾഡ് ബ്രേവിസിന്റെ ഇന്നലത്തെ ഇന്നിങ്സ്, അദ്ദേഹം റീപ്ലേസ്മെന്റ് ആയിട്ട് വന്നതാണ്, അൺസോൾഡ് ആയിരുന്നു. IPL മുംബൈക്ക് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് കളിച്ചതൊക്കെ. സ്റ്റിൽ അദ്ദേഹം ഒരു ഗ്യാപ്പിന് ശേഷം വന്നിട്ട് പോലും ഇന്നലെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഇന്നിങ്സ് തന്നെയാണ് ഇന്നലെ കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന് ഒരു ഔട്ട്സ്റ്റാൻഡിങ് ക്യാച്ചിലൂടെയാണ് കമിന്ദു മെൻഡിസ് പുറത്താക്കുന്നത്. അപ്പോൾ കമിന്ദു മെൻഡിസിന്റെ ഈ സീസണിലെ തന്നെ 1 ഓഫ് ദ ബെസ്റ്റ് ക്യാച്ചസ് ആയിരുന്നു അവിടെ ബ്രേവിസിനെ പുറത്താക്കാനായിട്ട് അദ്ദേഹം എടുത്തത്. ഹർഷൽ പട്ടേലിന്റെ പന്തിൽ എനിക്ക് തോന്നുന്നു ലോങ് ഓഫിന് അടുത്തേക്കാണ് ആ പന്ത് പോയത്. അത് വളരെ ഗംഭീരമായിട്ട് ഡൈവിംഗ് ക്യാച്ചിലൂടെ അത് കൈക്കലാക്കാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ പിന്നെ ഏകദേശം തീരുമാനമായി. കാരണം ദൂബെ അപ്പുറത്തുണ്ടായിരുന്നു. ദൂബയ്ക്കാണെങ്കിൽ ഒന്നും പറ്റുന്നില്ല, ഒരു ഹിറ്റിംഗ് എബിലിറ്റി പോയ പോലെയാണ് ദൂബ കളിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ക്യാച്ച് ഔട്ട് ആവാണ്. പിന്നെ ജഡേജയുടെ ഒരു ഷോർട്ട് ഇന്നിങ്സ് ഉണ്ടായിരുന്നു. എന്നാൽ പോലും അപ്പോഴേക്ക് ആ റൺ റേറ്റ് ഇങ്ങനെ പയ്യെ ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റേ ബ്രവീസ് കുറച്ച് ഹിറ്റ് ചെയ്ത് കുറച്ച് അടിച്ച് ആ റൺ റേറ്റ് ഒന്ന് കയറ്റാൻ നോക്കി. അപ്പോൾ ബ്രവീസ് ഔട്ടായി. പിന്നെ വീണ്ടും കൂടാ ധോണി ഒക്കെയാണ് പിന്നീട് വരുന്നത്. അപ്പോൾ അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നലെ ഹർഷൽ പട്ടേൽ അദ്ദേഹം 4 വിക്കറ്റുകളാണ് ഇന്നലെ എടുക്കുന്നത്. അപ്പോൾ വെറും 28 റൺസ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഹർഷൽ പട്ടേൽ തന്നെയാണ് ഇന്നലത്തെ പ്ലെയർ ഓഫ് ദ മാച്ച്. അദ്ദേഹം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അത്ര മികച്ച പെർഫോമൻസ് IPL കാഴ്ചവെക്കുന്നത്. എന്തായാലും ചെന്നൈ ഇതുപോലെ ഫോമില്ലാത്ത കളിക്കാരൊക്കെ ഫോമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഹർഷൽ പട്ടേൽ ഇന്നലെ ഒരു മികച്ച പ്രകടനം, മൊത്തത്തിൽ ബോളിംഗ് ടീം മൊത്തത്തിൽ നല്ല പ്രകടനം തന്നെയായിരുന്നു. ഇപ്പോൾ ഇന്നലെ കമിന്ദു മെൻഡിസിന്റെ പെർഫോമൻസ് അദ്ദേഹം തോന്നുന്നു എനിക്ക് ഇനീഷ്യൽ മാച്ചസിലൊന്നും SRHന്റെ സ്ക്വാഡിൽ ഇല്ലാതിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. വളരെ യുണീക്കായ ഒരു പ്ലെയറാണ്. കാരണം അദ്ദേഹം 2 കൈ കൊണ്ടും ഒരേപോലെ, ലെഫ്റ്റ് ആം ഓർത്തഡോക്സ് ആണ്, റൈറ്റ് ആം ഓർത്തഡോക്സ് ആണ്. അപ്പോൾ 2 കൈ കൊണ്ട് ഒരേപോലെ എറിയുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ആ പ്ലെയർ ഇന്നലെ നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു CSK അദ്ദേഹത്തിനെതിരെ കളിക്കാനായിട്ട്. ജഡേജക്ക് നല്ല രീതിക്ക് ബുദ്ധിമുട്ടുന്നു. ജഡേജയുടെ വിക്കറ്റ് അദ്ദേഹം എടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 ഓവറിൽ അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവസാനമാണ് പിന്നീട് ബ്രവീസ് വന്ന് അദ്ദേഹത്തിനെതിരെ 6 അടിക്കുന്നത്.
എന്നാൽ പോലും അതിന്റെ തൊട്ടടുത്ത ഓവറിൽ ഹർഷർ പട്ടേലിന്റെ ഓവറിലൊരു ഔട്ട്സ്റ്റാൻഡിങ് ആച്ച് അങ്ങനെ പറയണ്ട. കാരണം അത്രയും ഹാർഡായിട്ട് ഹിറ്റ് ചെയ്തൊരു പന്താണ് അത്. വളരെ ഡൈവ് ചെയ്ത് ബൗണ്ടറി അടുത്ത് ഡൈവ് ചെയ്ത് അത് കയ്യിലൊതുക്കി അത് ആ ഒരു മത്സരം വീണ്ടും തിരിച്ച് SRHന്റെ ഭാഗത്തോട്ട് എത്തിച്ചു. അപ്പൊ എന്തായാലും കമിൻസ് മെൻഡിസിന്റെ പെർഫോമൻസ് എന്തായാലും എടുത്ത് തന്നെ പറയണം, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ചെന്നൈയുടെ ബാറ്റിംഗ് പിന്നെ അറിയാലോ, ഇപ്പൊ ബ്രോയിസ് ഔട്ടായപ്പോ തന്നെ ഏകദേശം ഓക്കെ സ്കോർ ഇത്രയൊക്കെ ആവുള്ളൂ. പിന്നെ ഊടാക്കി ഹർഷർ പട്ടേൽ ഫുൾ ടോസ് ഒക്കെ ഇട്ട് കൊടുത്ത് നോ ബോൾ ഒക്കെ ഇട്ട് സഹായിച്ചുകൊണ്ട് ടീം സ്കോർ 150 കടന്നു എന്ന് പറയാം. അപ്പൊ എന്തായാലും 150+. പണ്ടത്തെ CSK ആണെങ്കിൽ ചിലപ്പോൾ ഈ സ്കോർ ഡിഫെൻഡ് ചെയ്തേനെ. ഇപ്പോഴത്തെ CSK ആ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ പതിനാനയുടെ ഒക്കെ ഫോം തന്നെയാണ് അത്. അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം ഒരു 2 സീസൺ മുന്നേ വരെ എത്രയോ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ ഒരു പ്ലെയറാണ്. അത്രയും ഡെത്ത് ഓവേഴ്സിലൊക്കെ ആയാലും വളരെ എക്കണോമിക്കലായിട്ട് വളരെ യോർക്കറും കാര്യങ്ങളൊക്കെ എറിഞ്ഞ ബോളറാണ്. പക്ഷെ അദ്ദേഹം ഈ സീസൺ ഭയങ്കര ഫോം ഔട്ടാണ്. അതായത് എല്ലാം ഒരുമിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് CSK. എല്ലാവരും മോശമായ ഫോം ആവുന്നു എന്നുള്ളൊരു ഇത്. പൃഥ്വിരാജ് ഗൈക്വാദിന് അതിന് പരിക്കാവുന്നു, അല്ലെങ്കിൽ രച്ചിൻ രവീന്ദ്ര ഫോമിലല്ല, കോൺവേ ഫോമിലാവുന്നില്ല, ദൂബെ ഫോമിലാവുന്നില്ല, അതുപോലെ പതിരാണ ഫോമിലാവുന്നില്ല. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കംപ്ലീറ്റ്ലി ഡിസാസ്റ്റർസ് ആയ ഒരു സീസൺ. ഇപ്പോൾ കപ്പടിക്കാനായിട്ടൊരു ടീമിനെ ഇറക്കിയിട്ട് ഒരു കപ്പ നടന്നു ഗ്രൗണ്ടിൽ. അപ്പൊ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇന്നലെ ഇപ്പൊ 100 ഭയങ്കര മോശം പ്രകടനമായിരുന്നു. 2 ഇത് കൊടുത്തു, ഫ്രീ ഹിറ്റ് കൊടുത്തു. പക്ഷെ അത് അവർക്ക് ഇതാക്കാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞ സൺറൈസേഴ്സിന്. പിന്നെ ഗ്രൗണ്ടിന്റെ അഡ്വാൻറ്റേജ് ചെന്നൈക്ക് ഉണ്ടായിരുന്നില്ലേ. അപ്പൊ ഇന്നലെ തുടക്കം തന്നെ ഇപ്പൊ അഭിഷേക് പോകുന്നു, ക്ലാസൻ പോകുന്നു, അതുപോലെ തന്നെ ഹെഡ് പോകുന്നു. പെട്ടെന്ന് തന്നെ ഒരു വിക്കറ്റുകൾ പൊക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇഷൻ കിഷൻ കുറച്ചുകൂടി അവസരത്തിനൊത്ത് കളിക്കുന്നു. അദ്ദേഹം ഇന്നലെ കയറിപ്പോയൊന്നുമില്ല വൃത്തിയായിട്ട് അവിടെ. അപ്പൊ എന്തായാലും ധോണിനെ മാത്രം എന്തായാലും കുറ്റം പറയാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഒരു ധോണിനെ കുറ്റം പറയുമ്പോഴാണല്ലോ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും പറയുന്നതാണ്. പക്ഷെ ഇത് എൻ്റെ ടീം തന്നെ മോശമാണ്. പിന്നെ ഇന്നലെ പിന്നെ കുറച്ചൊരു പ്രതീക്ഷ നമുക്ക് വന്നു. പക്ഷെ ഈ കമിന്ദു ആയാലും അല്ലെങ്കിൽ ബാക്കി നിതീഷ് കുമാർ റെഡ്ഡി ആയാലും വരും. അപ്പൊ SRHന്റെ ബാറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവര് ഫോം ഔട്ട് ആണെന്നേ ഉള്ളൂ. അവര് ആ ഒരു ക്ലാസ്സുള്ള ബാറ്റ്സ്മാനാണ്. അപ്പൊ നിതീഷ് കുമാർ റെഡ്ഡി ഒക്കെ ഫോം ഔട്ട് ആണെന്നേ ഉള്ളൂ. പിന്നെ ഇന്നലെ ഒരു അവസരത്തിനൊത്ത് അദ്ദേഹം ഉയർന്നു കളിച്ചു. അപ്പോൾ ടീം വിജയത്തിലോട്ട് എത്തി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോമും ഇല്ല ഒന്നുമില്ല ബാറ്റ്സ്മാൻമാരാണ്. അപ്പോൾ അവിടെയാണ് വ്യത്യാസം വരുന്നത്. പിന്നെ 150 മുകളിലുള്ള സ്കോർ എടുക്കണ്ടു. അപ്പോൾ റൺ ഔട്ട് സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ CSK ബോളേഴ്സ് ലാസ്റ്റ് ഓവറിൽ കുറച്ച് മോശം പന്തുകളും ഒക്കെ വന്നു. അപ്പോൾ എനിവേ എന്തായാലും സാം കറൻ ഇന്നലെ ഒരു മോശം ചോയ്സ് ആയിരുന്നു. അത് ബോളിങ്ങിലും ഇമ്പാക്റ്റ് ആയില്ല, ബാറ്റിങ്ങിലും ഒരു ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്തില്ല. എന്തായാലും ബാക്കി പ്ലേയേഴ്സ് ഇപ്പോൾ കലീലായാലും അൻഷുൽ കാംബോജ് ആയാലും ഇന്നലെ ജഡേജൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് സ്പെല്ലായിരുന്നു. എന്തായാലും റിസൾട്ട് നമുക്ക് നല്ലതായില്ല. ഞാൻ പേടിക്കുന്ന ഒരു സംഭവത്തിലോട്ടാണ് ചെന്നൈ ഇപ്പം അടുക്കുന്നത്, ആ ഒരു 10ാം സ്ഥാനത്തിലോട്ട്. അത് വളരെ പേടിയുണ്ട് അതിലോട്ട് എത്തുക എന്നുള്ളത്. അതൊരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ, അനുഭവിക്കുമായിരുന്നേ. എന്തായാലും എക്സ്പീരിയൻസിനാണ്. കാരണം നമ്മൾ ജയിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു പോരായ്മകൾ ഇപ്പോഴും മനസ്സിലാവില്ല. നമ്മൾ ആ ഒരു വിജയത്തിന്റെ ഇതിൽ പോയിക്കൊണ്ടിരിക്കും. എന്തായാലും ഈ സീസൺ ചെന്നൈ തോറ്റിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തോൽവി നല്ലതാണ്. ചെന്നൈയുടെ ടീമിന്റെ മറ്റേ പോരായ്മകൾ എന്തൊക്കെയാണ് നല്ല രീതിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇത്രയും നാളും ജയിച്ചു പോയതുപോലെ ഇനിയും ജയിച്ചു പോകാൻ പറ്റില്ല. ഈ നമ്മൾ ആ ഒരു മറ്റേ രീതി തന്നെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഇനി ഒരു മുൻപോട്ട് ഉണ്ടാവില്ല ചെന്നൈയുടെ മാനേജ്മെന്റ് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി അടുത്ത സീസണിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ടീമിനെ ഉണ്ടാക്കും, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരും. ഒരിക്കലും നമ്മളൊരു ഇമോഷന്റെ പുറത്ത് ഇപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അശ്വിൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ സാംകറിനൊക്കെ ടീമിൽ വന്നത്. ജഡേജ അതുപോലെ 18 കോടിക്ക് നമ്മൾ റിട്ടേൺ ചെയ്ത പ്ലെയറാണ്. അപ്പൊ അന്ന് 18 കോടിക്ക് ജഡേജ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു മണ്ടത്തര തീരുമാനമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളതിനെ പറ്റി വീഡിയോ ചോദിക്കാൻ വരായിരുന്നു. അതിന്റെ അടിയിൽ കുറെ പേര് പറഞ്ഞത് 2021 ഫൈനൽ കണ്ടില്ല എന്നാണ്. അപ്പൊ ഇവര് 2021 ഫൈനൽ കണ്ടിട്ടുള്ളൂ. അതിന് മുമ്പ് ജഡേജ ജയിപ്പിച്ച 100 കണക്കിന് കളിയുണ്ട് ചെന്നൈക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ പ്ലെയർ ഇപ്പോൾ ഈ ഇതിലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പൊ അതിനനുസരിച്ചിട്ട് ആ പ്ലെയറിന് വാല്യൂ വരുള്ളൂ. അപ്പോൾ സുരേഷ് റൈന അതിനേക്കാളും കൂടുതൽ കളി ചെന്നൈക്ക് വേണ്ടി ജയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സുരേഷ് റൈനെ 18 കോടിക്ക് ഇവർ തിരിച്ചെടുക്കില്ല. അപ്പോൾ ജഡേജ ഒരിക്കലും മോശം പ്ലെയർ. ജഡേജ റീറ്റൈൻ ചെയ്യണമായിരുന്നു. പക്ഷെ ഇത്രയും കോടിക്ക് വർത്താണോ എന്നുള്ളതാണ്. അപ്പൊ അത്രയും ബാക്കിയുള്ള ഏഴ്സ് നമുക്ക് അത്രയും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ചെന്നൈ അവസാനത്തെ സ്ഥാനക്കാരായി അവസാനിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ആയിട്ട് ഇടുക. അതുപോലെ നമ്മുടെ പ്രൊഡിക്ഷന്റെ കാര്യം മറക്കണ്ട, അത് നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക.